അയർലൻഡിലെ ജാക്ക് എന്നൊരു പിശുക്കനുണ്ടായിരുന്നു. പിശുക്കനായിരുന്നെങ്കിലും അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം. അയാളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ജാക്കിന്റെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ വരികയാണ്. സാത്താൻ മുന്നിലെത്തിയപ്പോ ജാക്ക് ഒരു ഇത്തിരി പേടിച്ചെങ്കിലും സാത്താനോട് ഒരു സൂത്രം പറയാണ്, മരിക്കുന്നതിന് മുന്നേ എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, ഒരു ആപ്പിള് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാണ്. ആ കാണുന്ന ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ചു തരുമെന്ന് സാത്താനോട് ജാക്ക് ചോദിച്ചു. അപ്പൊ സാത്താന് തോന്നി, ഒരു ചെറിയ ആഗ്രഹമല്ലേ, പറിച്ചു കൊടുത്തേക്കാം. അങ്ങനെ മരത്തിൽ കയറി ആപ്പിൾ പറിക്കുന്ന ഗ്യാപ്പില് ജാക്ക് മരത്തിന്റെ തടിയിൽ ഒരു കുരിശ് രൂപം കൊത്തിവെച്ചു. കുരിശ് കണ്ടാൽ സാത്താന് പേടിയാണല്ലോ. അപ്പൊ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാതെ ചെകുത്താൻ ആകെ വിഷമായി. അങ്ങനെ ജാക്കിന്റെ അടുത്ത് സാത്താൻ കെഞ്ചാൻ തുടങ്ങിയപ്പോ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റിലെത്തി. ഇനി ഒരു 10 വർഷത്തേക്ക് എന്റെ ആത്മാവിനെ തേടി വരരുത് എന്നായിരുന്നു ജാക്ക് മുന്നോട്ട് വെച്ച കരാർ. ഒരു ഗതിയില്ലാതെ വന്നപ്പോ സാത്താൻ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് സാത്താൻ വീണ്ടും വരികയാണ്. ഇത്തവണയും സാത്താനെ ജാക്ക് പറ്റിക്കാൻ നോക്കി. എനിക്ക് അവസാനമായിട്ടൊരു നാണയം തരുമെന്നാണ് ജാക്ക് ചോദിച്ചത്. നാണയമൊന്നും കയ്യിലില്ലാതിരുന്ന സാത്താൻ പെട്ടെന്ന് ഒരു നാണയമായിട്ട് മാറി. ആ ഗ്യാപ്പില് ജാക്ക് ആ കോയിൻ എടുത്ത് പോക്കറ്റിലിട്ടു. പോക്കറ്റിലോ ഒരു വെള്ളിക്കുരിശ് കിടപ്പുണ്ടായിരുന്നു. സാത്താൻ വീണ്ടും കെണിയിലായി. ഇത്തവണ ജാക്ക് വെച്ച കരാർ കുറച്ചുകൂടി വലുതായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാലത്തും എന്റെ ആത്മാവിനെ നീ കൊണ്ടുപോകരുതെന്നായിരുന്നു ജാക്കിന്റെ ആവശ്യം. നിവൃത്തിയില്ലാതെ നിസ്സഹായനായ സാത്താൻ ആ വാക്കും കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ കാലങ്ങൾക്ക് ശേഷം ജാക്ക് മരിച്ചു. പിശുക്കനും പാപിയും ആയതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എൻട്രി ഇല്ല. അപ്പൊ നിരാശപ്പെട്ട് നരകത്തിൽ ചെന്നപ്പോ ഫ്രണ്ട് ഡോറിൽ നമ്മുടെ സാത്താൻ നിൽപ്പുണ്ട്. സാത്താൻ പറഞ്ഞു, എനിക്ക് നിന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ട്, നിന്റെ ആത്മാവിനെ ഒരു കാലത്തും കൊണ്ടുപോയില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് സാത്താൻ ചിരി തുടങ്ങി. ഇതോടെ ജാക്ക് സ്വർഗത്തിലും നരകത്തിലും ഇടയിലുള്ള അനന്തമായ ഇരുട്ടിൽ പെട്ടുപോയി. വഴി കാണാതെ വിഷമിച്ച് ജാക്ക് കെഞ്ചിയപ്പോ സാത്താൻ ഒരു കനൽ നരകത്തിൽ നിന്ന് ഇട്ടുകൊടുത്തു. കനൽ പിടിച്ചോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാക്ക് കയ്യിൽ കിട്ടിയൊരു ടെർണിപ്പ് തുറന്ന് കനൽ അതിൽ വെച്ച് അതൊരു വിളക്കാക്കി ഉണ്ടാക്കി. ജാക്കിന്റെ ഈ വിളക്കിനെയാണ് ജാക്ക് ഓഫ് ദ ലാന്റേൺ എന്ന് പറയുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ട ജാക്ക് അന്നു മുതൽ ഇന്നു വരെ ആ ടെർണിപ്പ് വിളക്കുമായി ഇരുട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണെന്നാണ് അയർലൻഡുകാരുടെ വിശ്വാസം. അവര് പിന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോ അവിടെ സുലഭമായി ഉണ്ടായിരുന്നത് മത്തങ്ങയായിരുന്നു. അപ്പൊ ടെർണിപ്പ് മാറ്റി മത്തങ്ങയിൽ വിളക്ക് വയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹാലോവിൻ മത്തങ്ങ വിളക്കുകൾ ഉണ്ടായതെന്നാണ് ഐറിഷ് നാടോടി കഥകളിൽ പറയുന്നത്. മത്തങ്ങ കൊണ്ട് ഭീകര രൂപങ്ങൾ ഉണ്ടാക്കി അതിൽ വിളക്ക് കത്തിച്ച് വെച്ച് കുട്ടികളും മുതിർന്നവരും പേടിപ്പെടുത്തുന്ന വേഷങ്ങളൊക്കെ കെട്ടി പ്രേത സിനിമകളൊക്കെ കണ്ട് പേടിയും തമാശയും പാർട്ടിയും ഒക്കെ ചേർന്ന ഒരു അടിപൊളി കോംബോ ആണ് ഹാലോവീൻ. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയല്ലായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ അയർലൻഡ് UK ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന കെൽട്ടിക് ജനത അവരുടെ വിളവെടുപ്പ് ഉത്സവമായ സവിൻ നടത്തിയിരുന്നത് നവംബർ 1-നായിരുന്നു. അതാവുമ്പോ വിളവെടുപ്പിന്റെ അവസാനവുമാണ്, ശൈത്യകാലത്തിന്റെ തുടക്കവുമാണ്. ഒക്ടോബർ 31 രാത്രി ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലോകങ്ങൾ തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാവുമെന്നും മരിച്ച ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന ആത്മാക്കളുടെ കണ്ണു വെട്ടിക്കാനും അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാനും വേണ്ടി ഭീകര രൂപങ്ങൾ അവരെ നിട്ടു നടക്കും. പിന്നെ ക്രിസ്ത്യാനിറ്റി അവിടേക്ക് സ്പ്രെഡ് ആയപ്പോൾ അവരുടെ ആരാധനാക്രമത്തില് നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാളാണ്. അപ്പൊ അതിന്റെ തലേദിവസത്തെ വൈകുന്നേരം ഓൾ ഹാലോസ് ഈവ് എന്നാണ് വിളിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞാണ് ഹാലോവിൻ എന്ന പേരുണ്ടായത് തന്നെ. ഹാലോവിൻ കോസ്റ്റ്യൂംസ് പണ്ട് ദുരാത്മാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടതെങ്കിൽ ഇന്ന് നമുക്ക് അയൺമാന്റെയും മറ്റു സൂപ്പർ ഹീറോസിന്റെയും കാർട്ടൂൺസിന്റെ ഒക്കെ കാണാൻ പറ്റും. ഹാലോവിൻ ക്വീൻ എന്നറിയപ്പെടുന്ന ജർമ്മൻ അമേരിക്കൻ മോഡൽ ഹെയ്ദി ക്ലമ്മിന്റെ ഹാലോവിൻ കോസ്റ്റ്യൂംസ് വളരെ പോപ്പുലർ ആണ്. ഓരോ വർഷവും വളരെ യുണീക്കായ കോസ്റ്റ്യൂംസ് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പേടിയിൽ നിന്ന് ആരംഭിച്ച ഒരു ആചാരം ഇന്ന് തമാശയ്ക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പേടിപ്പിക്കലായി മാറിയിട്ടുണ്ട്. കുട്ടികൾ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി ട്രീറ്റ് ആണെങ്കിൽ മിഠായിയും ട്രിക്ക് ആണെങ്കിൽ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന ആ ഒരു കാര്യം ഹാലോവീനിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. ഗ്ലോബലൈസേഷൻ വഴി ഇന്ന് ഹാലോവീൻ ആഘോഷങ്ങൾ ലോകമെമ്പാടും ഈവൻ കേരളത്തിലെ ടൗണുകളിൽ പോലും നടക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ഹാലോവീൻ കോസ്റ്റ്യൂംസ്, ഹാലോവീൻ പ്രൊഡക്ട്സ് ഒക്കെ ഇന്നൊരു ബിസിനസ് സാധ്യതയാണ്. കാലം മാറിയപ്പോൾ ആഘോഷങ്ങളും ആഘോഷ രീതികളും മാറി. ചിലർ പിന്തുണ നൽകുമ്പോൾ മറ്റു ചിലർ അവഗണിക്കുന്നുണ്ട് ഈ ഒരു ആഘോഷത്തെ. ഹാലോവീൻ എന്താണെന്നും എങ്ങനെയാണ് ഹാലോവീൻ ഉണ്ടായതെന്നും അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി ഇനി കാണുന്നതുവരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.